ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഒരു വലിയ സൗഭാഗ്യം വരാൻ പോവുകയാണ്. ഞാൻ പെരിന്തൽമണ്ണക്കാരോട് പ്രത്യേകം പറയണം, ഒരു വലിയ സൗഭാഗ്യം വരാൻ പോകുന്നത്. ഇത് അള്ളാന്റെ മുമ്പിൽ നമ്മൾ നാളെ മറുപടി പറയേണ്ടി വരും. മെയ് 11 തീയതി ഈ വെളിപ്പാടകലെ കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥികളും സംഗമിക്കുന്ന ഒരു മഹാചരിത്ര സമ്മേളനം ഇൻഷാ അല്ലാഹ് അള്ളാഹു അനുഗ്രഹിക്കുകയാണെങ്കിൽ സംഭവിക്കാൻ പോവുകയാണ്. അവിടെ നമ്മളെ കുട്ടികൾ ഇല്ലാതിരുന്നാലോ അതിൻ്റെ കുറവായിരിക്കാം, അതിന് നഷ്ടമായിരിക്കാം. തിരുവനന്തപുരത്ത് നിന്ന് 10,000 രൂപ ബസ്സിന് പൈസ കൊടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, പെരിന്തൽമണ്ണക്ക് കുട്ടികൾ ഇപ്പം തന്നെ ബസ്സും ട്രെയിനൊക്കെ ബുക്ക് ചെയ്യുന്നത്. ആ കാശ് നമുക്ക് കൊടുക്കണ്ടല്ലോ. നമ്മളെ കുട്ടീനെ നമ്മളെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയേക്കേണ്ട സമയമല്ലുള്ളൂ. പക്ഷെ അന്നും നമ്മളെ കുട്ടിക്ക് എനിക്ക് തിരക്കാണ്, എനിക്ക് ഒഴിവില്ല, ഞാൻ ഹോസ്റ്റലിലാണ്, എനിക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഈ തിരക്ക് പറയുന്ന കുട്ടികളുണ്ടല്ലോ, ആ തിരക്ക് പറയുന്ന കുട്ടികൾ ഇങ്ങനത്തെ കാര്യം പറയുമ്പോഴേ തിരക്ക് പറയുള്ളൂ. എന്നാൽ അവർക്ക് ടൂർ പോകാൻ പ്രശ്നം ഉണ്ടാവില്ല, അവർക്ക് സൽക്കാരത്തിന് പോകാൻ പ്രശ്നം ഉണ്ടാവില്ല, അവർക്ക് അവരുടെ ഫ്രണ്ടിൻ്റെ പേരിൽ പോകാൻ പ്രശ്നം ഉണ്ടാവില്ല. അത് എത്ര ദിവസമായി കുഴപ്പമുണ്ടാവില്ല. പക്ഷെ ഇങ്ങനത്തെ ക്ലാസ്സിന് പോരണം. അപ്പം ഇന്ന് ഞായറാഴ്ച മോനേജ് പോരുന്നില്ല പറഞ്ഞാൽ പോരാത്ത കുട്ടികളുണ്ടാവും, ഇപ്പോഴും വീട്ടിലിരുന്ന് കടന്നുറങ്ങുന്ന കുട്ടികളുണ്ടാവും, എണീറ്റ് പോരൂല. എന്നതിന് പറഞ്ഞാലോ എനിക്ക് പഠിക്കാണ്ടെന്ന് പറയും. ഞാൻ പറയുന്നത് ഇതൊന്നും ഒരു ഞായറാഴ്ച ഒരു മണിക്കൂറോ ഇങ്ങനത്തെ ഒരു കാര്യത്തിനൊന്നും വന്നുകൊണ്ട് പഠനം തുമ്പില്ലാതെയല്ല ചെയ്യുക, അതിന് ബർക്കത്തുണ്ടാകുക ചെയ്യുക. അപ്പോൾ ഞാൻ പറയുന്നത് ഈ നടക്കാൻ പോകുന്ന സമ്മേളനം ഉണ്ടല്ലോ, അത് കുട്ടികൾ ഇന്ന് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ് ഇൻഷാ അല്ലാഹ് അവിടെ പറയാൻ പോകുന്നത്. അവിടെ നമ്മളെ മക്കളുണ്ടാകണം. ഇപ്പം തന്നെ കുട്ടികളോടൊക്കെ അത് പറയണം. നിങ്ങൾ അയൽപ്രദേശങ്ങളിലും നിങ്ങളുടെ കുടുംബങ്ങളിലൊക്കെയുള്ള മക്കളോട് ഇത് പറയണം. അപ്പോഴാണ് നമ്മൾ യഥാർത്ഥ മുസ്ലിമായി മാറുള്ളൂ. ഈ കാലഘട്ടത്തിൽ നമ്മൾ നേരിടുന്ന വെല്ലുവിളികളെ തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രതിരോധിക്കണമെങ്കിൽ എന്താണ് നമുക്കെതിരെ വന്നുകൊണ്ടിരിക്കുന്ന അപകടകരമായ ആശയങ്ങളെന്ന് അറിയണം. അത് രക്ഷിതാക്കൾ അറിയണം, കുട്ടികൾ അറിയണം. എങ്കിലേ ഈ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുള്ളൂ. അത് ഏറ്റവും ശാസ്ത്രീയമായി സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇൻഷാ അല്ലാഹ് വിദ്യാർത്ഥി സമ്മേളനത്തിൽ നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഒരുങ്ങി നിൽക്കുക. നിങ്ങൾക്ക് വലിയൊരു അതാണ്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ മോറൽ സ്കൂളുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മുടെ കുട്ടികൾ എത്തണം.